ഇന്നലെ ലാലേട്ടൻ ആ ഒരു ഇമ്മ്യൂണിറ്റി കൊണ്ടുവന്ന് അത് അവിടെ ആർക്ക് കൊടുക്കണം എന്ന് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ആദിലയുടെ പേര് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞു. അങ്ങനെ ഇമ്മ്യൂണിറ്റിയും കൊണ്ടുവന്ന ലാലേട്ടൻ ആദിലയാണെന്ന് കണ്ടപ്പോഴത്തേക്കും അത് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് സ്പൈക്കുട്ടന് കൊടുത്ത് അത് തമാശയാക്കി ആ ഇമ്മ്യൂണിറ്റി അങ്ങ് ക്യാൻസൽ ആക്കി. അതിനെ കുറിച്ച് എല്ലാവരും കമന്റ് ചെയ്തേക്കുന്നത്, ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരുപാട് പേരുടെ ഒരു കമന്റ് ഉണ്ട്. ഈ പറഞ്ഞ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവനും കിട്ടണ്ട എന്ന ഉള്ള രീതിയിലാണ് അവർ ടാസ്ക് കളിച്ചത്. അങ്ങനെയാണെങ്കിൽ ആദിലേക്കാണെന്നുണ്ടെങ്കിൽ ആർക്കും കിട്ടണ്ട എന്ന് പറഞ്ഞ് ലാലേട്ടനും അതേ കണക്കല്ലേ കളിച്ചത് എന്ന് ഇത് പറഞ്ഞ് തമാശിക്കാൻ സത്യം പറഞ്ഞാൽ എങ്ങനെ സാധിക്കുന്നടേ? കാരണം ആദില അത് ഡിസേർവിംഗ് അല്ല. ആദില ഇനി എന്തൊക്കെ ജയിലിൽ കിടന്ന അനീഷും ആദിലയും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് നല്ല പിള്ളേരാണെങ്കിൽ കൂടിയും ആദില 2 ആഴ്ചയായിട്ട് കാണിക്കുന്ന ഒരു കാര്യങ്ങളും നമുക്കങ്ങ് വെറുതെ മറക്കാൻ പറ്റില്ല. അതിനുള്ള ശിക്ഷ, അതിനുള്ള തക്കതായ ശിക്ഷ എന്തായാലും ആദിലയ്ക്ക് കിട്ടണം. അതിന്റെ പേരിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു ക്രെഡിറ്റ് ആദിലയ്ക്ക് കിട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ എവിക്ഷനിൽ ആദില പുറത്തു പോകണം എന്നും ഞാൻ പറയുന്നില്ല. ആദില നല്ലൊരു മത്സരാർത്ഥിയാണ്. ആദിലയ്ക്ക് ഇനിയും നല്ല രീതിയിൽ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അനീഷുമായിട്ട് ആദില നടത്തിയ ആ ഒരു അടിയും വഴക്കും ഒക്കെ തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ കോണ്ടന്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. സോ അനീഷിനും കുറെ അധികം ഫാൻസിനെ കിട്ടി, ആദിലയെ കുറിച്ചും കുറെ അധികം സംസാരം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നല്ലൊരു റീച്ച് ആദിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാൻ ഈ ഒരു തരത്തിൽ ഒരു എന്താ പറയാ അൺഫെയർ ആയിട്ടുള്ള ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യണ്ട. പക്ഷെ നല്ലൊരു കോണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന കാലിബർ ഉള്ള ഒരു വ്യക്തിയാണ് ആദില. സോ അത് ആ തരത്തിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തൊരു കാര്യം ലാലേട്ടനെ പറഞ്ഞതുകൊണ്ട് പറയുകയല്ല, പക്ഷെ എങ്കിലും ഈ പറയുന്ന ഒരു ഷോയില് 2 ആഴ്ചയായിട്ട് ഇത്രയും കാര്യങ്ങളും അല്ലെങ്കിൽ പുറത്ത് ഇത്രയും നെഗറ്റീവായ ഒരു വ്യക്തിക്ക് ഒറ്റയടിക്ക് അതൊരു ഗ്രൂപ്പിസം ആണ് എന്ന് മനസ്സിലാക്കാൻ അത് ഗ്രൂപ്പിസമായിട്ട് ലാലേട്ടന് തോന്നി എന്ന് ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട്. ഷാനവാസ്, നൂറ, അനുമോള്, ബിന്നി ഇവരെല്ലാരുമാണ് ആദ്യം തന്നെ ആദിലയുടെ പേര് പറഞ്ഞത്. സോ അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഗ്രൂപ്പിസം അല്ലേ? ആ ഗ്രൂപ്പിസം അത് അനീഷ് പറയുന്നുണ്ടോ എന്ന് തന്നെയാണ് ലാലേട്ടൻ നോക്കിയത്. പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനീഷ് മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അനീഷ് ഒരിക്കലും പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയരുത്. അതായത് അനീഷ് ആദിലയെ ചതിച്ചു എന്ന് എവിടെയും പറയാൻ പറ്റത്തില്ല. കാരണം അനീഷ് ഈ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മുഖത്ത് നോക്കി മുന്നിൽ നിന്ന് പറഞ്ഞ വ്യക്തിയാണ്. പെങ്ങളൂട്ടി കാർഡ് എടുക്കാനും താല്പര്യമില്ല, ഈ പറയുന്ന ചങ്ക് കാർഡ് എടുക്കാനും താല്പര്യമില്ല, മച്ച അണ്ണൻ തമ്പി കാർഡ് എന്നൊന്നും പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. അത് അനീഷിന് താല്പര്യപ്പെടുന്നില്ല. അനീഷിന്റെ വഴിക്ക് വിട്ടേക്ക്. അനീഷ് ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതല്ലേ. ഈ പറയുന്ന ഷാനവാസ് എന്തിനാണ് അനീഷിന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്നത്? പിന്നെ ഷാനവാസിന്റെ സൗഹൃദം തെറ്റാണെന്നോ അല്ലെങ്കിൽ അനീഷുമായിട്ടുള്ള ആ ഒരു കോംബോ ബോറാണെന്നോ ഞാൻ പറയുന്നില്ല. ആ കോംബോ ഒക്കെ അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്തോട്ടെ. ഇനിയും ഷാനവാസും അനീഷും നല്ലൊരു കോംബോ ക്രിയേറ്റ് ചെയ്തോട്ടെ. പക്ഷെ ഗെയിമിൽ ഗ്രൂപ്പിസം എന്താണെന്ന് ഷാനവാസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ആദിലയുടെ പേര് എല്ലാവരും ഒന്നിച്ച് വിളിച്ചു കൂവിയത് തന്നെയാണ് ഗ്രൂപ്പിസം. അതിനകത്ത് ഷാനവാസും ഉൾപ്പെട്ടു. ഗ്രൂപ്പ് പൊളിച്ച് കളിക്കാൻ വേണ്ടി വന്ന ഷാനവാസിന് ഇതൊരു ഗ്രൂപ്പിസമാണ്, ഇതൊരു ഗ്രൂപ്പാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? സൗഹൃദം വേറെ. അവിടെ ആ ഒരു ടാസ്കിലും ആ ഒരു ഉടനീളം കഴിഞ്ഞ ആഴ്ചകളിൽ ആരാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തത് എന്നാണ് നോക്കേണ്ടത്. ആദില എന്ത് പെർഫോമൻസ് ആണ് നടത്തിയത്? ആദില വെസല് ക്ലീൻ ചെയ്തോ? വെസല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ചോദിക്കാൻ വന്ന അനീഷിനെ എന്ത് മാത്രം മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത് പോട്ടെ, സംസാരിച്ചത് പോട്ടെ, അതുപോലെ തന്നെ ആ ബെഡ് സ്പേസിൽ കിടന്ന് അതാണ് ഞാൻ പറഞ്ഞത്, ബിഹേവ് ചെയ്തത് തന്നെ എന്തോ ഒരു മോശമായിട്ടാണ്. പിന്നെ വളരെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കോണ്ടന്റുകളാണ് സത്യത്തിൽ കഴിഞ്ഞ ആഴ്ച അനീഷുമായിട്ട് ഉണ്ടായത്. ആ കോണ്ടന്റ് അത്ര സൂപ്പർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അവിടെ എന്ത് കാണിച്ചാലും ചർച്ചയാകും. അത് എന്ത് കാണിച്ചാലും ചർച്ചയായി അങ്ങ് അടിപൊളിയാകാം എന്ന് കരുതരുത്. ആ കഴിഞ്ഞ ആഴ്ച അനീഷിന്റെ ബെഡ് സ്പേസിൽ പോയി ബെഡ്ഷീറ്റ് വലിച്ചെറിഞ്ഞത്, പില്ലോ വലിച്ചെറിഞ്ഞത്, ആ ഫോം എടുത്ത് ദേഹത്ത് തേച്ചത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ആദില ചെയ്തില്ലേ? അതെന്താ ഒറ്റയടിക്ക് മറന്നത്? പിന്നെ സാധനങ്ങൾ മോഷ്ടിച്ചു വെച്ചത്, അനീഷിന്റെ സ്റ്റാർസ് മോഷ്ടിച്ചു വെച്ചത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആ ടാസ്ക് കുളമാക്കിയത് ആദിലയും കൂടെ ചേർന്നിട്ടാണ്. ആ ഒരു 3ാമത്തെ ടാസ്ക് വന്നപ്പോൾ അതിന്റെ മുകളിൽ കയറി ഇരുന്ന ലാലേട്ടൻ തന്നെ ചോദിച്ചു, ആദില എന്തിനാണ് അനീഷിന്റെ ആ ഒരു ഇതിന്റെ മുകളിൽ കയറി ഇരുന്നത്? അത് മോശമല്ലേ? അതുപോലെ തന്നെ ബിഗ് ബോസ് വാൺ ചെയ്തു. അവിടെ ആ ജ്യൂസ് എടുത്ത് അവിടെ ഇവിടെയും കൊണ്ടുപോയി ആ ജയിലിൽ കിടക്കുന്നവർക്ക് കൊടുത്തതിന്റെ പേരിൽ ബിഗ് ബോസ് വാൺ ചെയ്തു. അപ്പോ ഇതെല്ലാം ഉണ്ടായിട്ടും ആ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലാലേട്ടൻ ആദിലേക്ക് കൊടുക്കണോ? അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഒട്ടും ഫെയർ ആവത്തില്ല. അങ്ങനെ ഈ പറയുന്ന ഗ്രൂപ്പിസം സക്സസ് ആകുന്നത് ലാലേട്ടൻ സമ്മതിച്ചില്ല, അത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ ഇപ്പോ അനീഷിനെ എല്ലാവരും പറയുന്നുണ്ട്, അനീഷ് ചതിച്ചു, ആദിലയെ ചതിച്ചു.
ആദിലെ ചതിക്കാൻ അനീഷ് സത്യം പറഞ്ഞാൽ അവിടെ എന്താ ചെയ്തത്? ഈ പറയുന്ന ആദിലയും ഷാനവാസുമാണ് അനീഷുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും പെങ്ങളൂട്ടിക്കാർ ഉണ്ടാക്കാനും നടക്കുന്നത്. അനീഷ് അത് ആദ്യമേ മുഖത്ത് നോക്കി മുന്നിൽ നിന്ന് പറഞ്ഞു, പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല. അനീഷ് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാർഡൊന്നും വേണ്ട, നിങ്ങളൊക്കെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറ്റി നിങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് നല്ലൊരു സൗഹൃദം എനിക്കുണ്ട്, പക്ഷെ ഗെയിമിൽ അത് വേണ്ട. പിന്നെ അനീഷ് അത്രയും നല്ലൊരു മത്സരാർത്ഥിയാണ്, നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ഷാനവാസ് ഉൾപ്പെടെയുള്ള ഇവർ അത്രയും പേരും ഗ്രൂപ്പിസമാണ് കാണിച്ചത് എന്ന് നല്ലോണം സംസാരിച്ചു. അത് എനിക്ക് അനീഷിന്റെ ഭാഗത്ത് വീണ്ടും ഒരു എന്താ പറയാ അഭിമാനം തോന്നി. ഇതുപോലൊരു കോമണർ ഒരു സീസണിൽ വന്നു എന്ന് പറയാമല്ലോ. അപ്പൊ അതാണ് അനീഷ്. അപ്പൊ അനീഷിന് ആ ഒരു ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഇന്നലെ ആ സംസാരിച്ചതിൽ അനീഷ് ജിഷിന്റെ പേരാണ് പറഞ്ഞത്. അവിടെയും എനിക്കൊരു എന്താ പറയാ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ജിഷനും അഭിയും ഇവരാണ് ഇപ്പം ഈ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിങ്ങിനകത്ത് ഏറ്റവും ലീസ്റ്റ് നിൽക്കുന്നത്. ഇവർ രണ്ടുപേരുമാണ്. എനിക്ക് തോന്നുന്നു അനീഷ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ജിഷൻ വൈൽഡ് കാർഡാണ്, ജിഷിന് പ്രത്യേകിച്ച് അധികം ആരും അത്രയും കോണ്ടന്റ് ഒന്നും കൊടുത്ത് അത്രയും ഫെമിലിയർ ഫേസ് ജിഷിന് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അടുത്തത് പോകാൻ സാധ്യതയുള്ളത് ജിഷിനാണ് എന്ന്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ പറയുന്ന ഇമ്മ്യൂണിറ്റി ജിഷിന് കിട്ടട്ടെ എന്ന് അനീഷ് കരുതിയത് എന്ന് പോലും എനിക്ക് തോന്നി. പക്ഷേ അവിടെ മറ്റുള്ളവരാരും തന്നെ അത് ചിന്തിക്കുന്നില്ല. പോകാൻ പോകുന്നത് അഭിയാണ് എന്നൊരു റൂമർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 ഡബിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ജിഷിനും കൂടി പോകും എന്നാണ് തോന്നുന്നത്. അപ്പൊ ഏതായാലും ശരി, ഇന്നലെ ആ പേരും പറഞ്ഞ് ലാലേട്ടനെ പറഞ്ഞത് എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോണ്ടന്റ് ചെയ്തത്. അതുപോലെ തന്നെ അനീഷ് ഒരു സിംഗിൾ പ്ലെയർ ആണ്. ആ ഗ്രൂപ്പിനകത്ത് അനീഷിനെ കൂട്ടിയേ വേണ്ട. അവരൊന്നിച്ചിരുന്ന് ജയിലിൽ ഇരുന്ന് പാട്ട് മത്സരം കളിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കളിച്ചതോ വെച്ചിട്ട് അവരൊരു ഗ്രൂപ്പാണെന്ന് കൺസിഡർ ചെയ്യരുത്. അനീഷ് തനിച്ച് കളിക്കാൻ വന്ന ഒറ്റയാൻ തന്നെയാണ്. അത് അദ്ദേഹം അങ്ങനെ ഒരു പേരെടുക്കാനാണ് ഈ സീസണിലൂടെ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനെന്താണ് തെറ്റ്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.